കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, so welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പേപ്പർ BPSC 109 ഫ്രം BA പൊളിറ്റിക്കൽ സയൻസ്. സോ ഈ ഒരു ഗൈഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ BPSC 109 ഈ ഒരു ഇഗ്നോ ഫോക്കസ് എക്സാം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഗൈഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടും ഡേറ്റ ഡ്രിവൻ ആയിട്ടും ഒരു പ്ലാൻ തരാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ റിവിഷനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗൈഡ് നമ്മൾ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ വരുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. നമ്മൾ നമ്മളുടെ സിലബസ് എടുക്കുമ്പോൾ ഈ ഒരു കോഴ്സിന്റെ സിലബസ് എടുക്കുമ്പോൾ അതിനുള്ളിൽ ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ട് അല്ലെ, അതേപോലെ തന്നെ ഡിഫറെന്റ് യൂണിറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പല പല ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അപ്പോ നമ്മൾ പ്രീവിയസ്ലി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകൾ എത്രത്തോളം റെലവെന്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേണിന്റെ ഒരു അനാലിസിസ്, അതായത് എങ്ങനെയൊക്കെ ഏതൊക്കെ ഫോർമാറ്റിലാണ് എക്സാം വരുന്നത്, അതേപോലെ തന്നെ എത്ര മാർക്കിനൊക്കെയാണ് എക്സാം വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജൂൺ 2022 തൊട്ട് ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡേറ്റ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു റിവ്യൂ, ഒരു 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇനിയും ഡിസംബർ 2025 ടേം എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ, അതിന്റെ പ്രോബിലിറ്റി പ്രഡിക്ഷൻസ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്, എക്സാമിന് മുന്നേ ക്വസ്റ്റ്യൻ നമ്മൾ ഫോർമാറ്റും മാർക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ആൻസർ അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ ആപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നമുക്ക് നോക്കാം. സോ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ്, റെലവൻസ് എന്ന രീതിയിൽ നമ്മളുടെ ഓരോ കോളം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 അപ്രോച്ചസ് ടു സ്റ്റഡി കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ യൂണിറ്റ് ക്രോസ് കട്ടിംഗ് മെത്തേഡ്സ്, അതിലെ ടോപ്പിക് കമ്പാരിറ്റീവ് മെത്തേഡ് ക്രോസ് കട്ടിംഗ്, അതിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ള ഒരു കൗണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പിയറൻസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്, ആൻഡ് റെലവൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. പിന്നീട് ബ്ലോക്ക് 1 അപ്രോച്ചസ് ടു സ്റ്റഡി കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ യൂണിറ്റ് 1 പൊളിറ്റിക്കൽ കൾച്ചർ എടുക്കുമ്പോൾ അതിൽ അപ്രോച്ച് ആൻഡ് ക്ലാസിഫിക്കേഷൻസ്, ആൽമണ്ട്, വെർബ് ആൻഡ് ഫൈനർ 5 ടൈംസ് വന്നിട്ടുണ്ട്, മീഡിയം ആണ് റെലവൻസ്. Then unit 2 political modernization, political modernization theory, core features, critics 6 times വന്നിട്ടുണ്ട്, medium and relevance. Unit 3 political development, അതിലെ topic political development approach, evolution and significance 3 times ആണ് വന്നിട്ടുള്ളത്, low ആണ് relevance വരുന്നത്. Next block 2 unit 4 political parties meaning, functions, characteristics, challenges, political socialization എന്ന് പറയുന്ന ടോപ്പിക് 7 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം ആണ് റെലവൻസ് വരുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 പാർട്ടി സിസ്റ്റം, അതിലെ ടോപ്പിക് പാർട്ടി സിസ്റ്റംസ്, 2 പാർട്ടി, 2.5 മൾട്ടി പാർട്ടി, ഡോമിനന്റ് 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്, ലോ ആണ് അതിന്റെ ഒരു റെലവൻസ് വരുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് 6 പ്രഷർ ഗ്രൂപ്പ്, പ്രഷർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, ടൈപ്സ്, മെത്തേഡ്സ്, ലോബിങ്, ഷേക്കിംഗ്, പബ്ലിക് ഒപ്പീനിയൻ, ഇതെല്ലാം 9 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം ആണ് റെലവൻസ് വരുന്നത്. യൂണിറ്റ് 7 ഇലക്ടറൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്, ഇലക്ടറൽ സിസ്റ്റംസ്, FPTP, സെക്കൻഡ് ബാലറ്റ്,
AVR bar SV, PR, STV, party-less mixed methods അതൊക്കെ 5 times വന്നിട്ടുണ്ട്. മീഡിയം ആണ് റെലവൻസ് വരുന്നത്. Then block 3, state and comparative perspective, unit 10, pluralism, nation and state, pluralism, nationalism, ethnicity, secession, minorities and mechanisms, 4 times and low relevance. Block 3, Unit 8, State in Western Europe, Evolution of the Modern State, Sovereignty, Rise of the Liberal Democratic State, 2 times and low relevance ആണ്. Then Unit 9, Post-colonial state, Liberal, Neo-Marxist, Dependency, Globalization, Hamza Alawi, 5 times medium relevance. Unit 11, Democratization in post-colonial countries, Democratic process, Transition in post-colonial, Third world countries, 4 times low relevance. Unit 12, Post-authoritarian and post-communist democratization, Phases, trends, approaches, Modernization, Structuralism, Transition, Multivariate international factors, 1 time low relevance ആണ്. Block 5, Federalism and Decentralization എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 13, Decentralization, Fossil India, Britain, അതിൽ ഡീസെൻട്രലൈസേഷന്റെ ടൈപ്സ്, ഇഷ്യൂസ്, ചാലഞ്ചസ്, കേസസ് അതെല്ലാം 5 തവണ മീഡിയം ആണ് റിലവൻസ് വരുന്നത്. പിന്നീട് യൂണിറ്റ് 14, ഫെഡറലിസം, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് വർക്കിംഗ് ഓഫ് ഫെഡറലിസം, ഫെഡറേഷൻ വേഴ്സസ് കോൺഫെഡറേഷൻ, കമ്പാരിസൺസ് എല്ലാം 4 തവണ ലോ ആണ് വന്നിട്ടുള്ളത് റെലവൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോ 5 ബ്ലോക്സ് ഉണ്ട്. 5 ബ്ലോക്സിൽ നിന്നും നമുക്ക് ജൂൺ 2022 തൊട്ട് ജൂൺ 2025 വരെയുള്ള ഡേറ്റ നോക്കുമ്പോൾ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, സോ അത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ബ്ലോക്ക് 1ൽ നിന്നാണ് ബ്ലോക്ക് 2ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. റെപ്രസെന്റേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. അടുത്തത് ബ്ലോക്ക് 1, അപ്രോച്ചസ് ടു സ്റ്റഡിയിങ് കമ്പാരിറ്റേറ്റീവ് പൊളിറ്റിക്സ്. നെക്സ്റ്റ് ബ്ലോക്ക് 3, സ്റ്റേറ്റ് കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവ്. ബ്ലോക്ക് 5, ഫെഡറലിസം ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ആൻഡ് ബ്ലോക്ക് 4, ഡെമോക്രറ്റൈസേഷൻ. ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഓരോ ബ്ലോക്കിനെ പ്ലേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഒരു ബ്ലോക്ക് 2 കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് വിഷ്വൽ ടു ഹീറ്റ് മാപ്പ് ബ്ലോക്സിന്റെ യൂണിറ്റ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി നോക്കിയാൽ ഇപ്പൊ ഓരോ കളർ അനുസരിച്ചിട്ട് നമ്മളിപ്പം ആ ഒരു ഫ്രീക്വൻസി ആണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബ്ലോക്കില് യൂണിറ്റ് 1നാണ് യെല്ലോ കളർ എങ്കിൽ ആ യൂണിറ്റ് 1ൽ നിന്നായിരിക്കും ആ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു എന്താ പറയാ യൂണിറ്റ് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ബ്ലോക്ക് 1 എടുത്താൽ നമുക്ക് അങ്ങനെ ഹൈ ക്വസ്റ്റ്യൻസ് അത്രയും ഹൈ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള യൂണിറ്റുകളൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ബ്ലോക്ക് 2 എടുത്താൽ യൂണിറ്റ് 6ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേപോലെ യൂണിറ്റ് 4ഉം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് 1 എടുത്താൽ യൂണിറ്റ് 2 ആണ് കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ yield ടോപ്പിക്സ് ബൈ ഫ്രീക്വൻസി 2022 തൊട്ട് 2025 വരെയുള്ള PYQ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് നമുക്ക് നോക്കാം. Pressure and interest group, Unit 6, appears across years in format including definitions, characteristics, and methods like lobbying and shaping public opinion. Medium type ആണ്. Then political parties from Unit 4 ആണ്. Functions, characteristics, challenges, political socialization ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. Then third one, political modernization from Unit 2 ആണ്. Consistently probed for theory, evolution, and critics. Okay. എന്തുകൊണ്ട് ഇനി ഇതിനെ ഒരു ടോപ്പ് 3 ആയിട്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മളുടെ അക്രോസ് മൾട്ടിപ്പിൾ സെഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ലോങ് ആൻസേഴ്സ് ആയിട്ടും ഷോർട്ട് നോട്ട് പ്രോംസ് ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി ഫ്രം ഓൾ സെഷൻസ് വി ക്യാൻ അനലൈസ് ദാറ്റ്. കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, എസ്സേ 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫൈൻ, എക്സ്പ്ലെയിൻ, ട്രേസ്, ഇലാബറേറ്റ് എന്നുള്ള രീതിയിൽ 400 to 500 വേർഡ്സ് ആണ്. ദെൻ അനലിറ്റിക്കൽ എസ്സേ 20 മാർക്കിന് ഡിസ്കസ്, ക്രിട്ടിക്കലി, എക്സാമിൻ, അനലൈസ് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. 400 to 500 വേർഡ്സ് ആണ്. അടുത്തത് കമ്പാരിറ്റീവ് എസ്സേ 20 മാർക്ക്, കമ്പാരിറ്റീവ്ലി അനലൈസ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, അങ്ങനെ ഇൻ ബിറ്റ്വീൻ 400 to 500 വേർഡ്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഷോർട്ട് നോട്ട്, ഓക്കെ, 2 ഐറ്റംസ് ആണ് അവിടെ എഴുതേണ്ടത്. 200 വേർഡ്സ് വെച്ചിട്ട് 2 into 10 മാർക്ക് എന്നുള്ള രീതിയിൽ 20 മാർക്ക്. ഇനി ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു ടോപ്പ് 4 ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ബൈ ഫ്രീക്വൻസി നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, എസ്സേ 20 മാർക്കാണ്. ആക്യുറേറ്റ് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കോർ കോൺസെപ്റ്റ് ലൈക്ക് പൊളിറ്റിക്കൽ കൾച്ചർ, സോവറിനിറ്റി പോലുള്ള ടോപ്പിക്സുകളായിരിക്കും ചോദിക്കുന്നത്. കൺസൈസ് എക്സാമ്പിൾസ് വിത്ത് സബ് തീംസ് ആൻഡ് എന്താ പറയാ 1 to 2 എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം.
സിലബസിലുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. കറക്റ്റ് യൂസ് ഓഫ് ടേംസ്. എക്സ്പെക്ടഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 400 to 500 വേർഡ്സ് ആണ്. ദെൻ അനലിറ്റിക്കൽ എസ്സേ എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റേഷൻ അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. മോഡേണൈസേഷൻ വേഴ്സസ് ഡിപെൻഡൻസി ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഓൾസോ യു ഷുഡ് ലിങ്ക് തിയറി ടു എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ഒരു റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇൻട്രൊഡക്ഷൻ, ഒരു അനലിറ്റിക്കൽ കോർ, ഇവാലുവേറ്റീവ് കൺക്ലൂഷൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. 400 to 500 വേർഡ്സ് ആണ്. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഷോർട്ട് നോട്ട് ആണ്. 2 into 10 മാർക്ക് എന്നുള്ള രീതിയിലാണ്. 10 മാർക്കിന് 2 എണ്ണം. ഒരു മിനി എസ്സേസ് ആണ്. അബൌട്ട് 200 വേർഡ്സ് ഈച്ച് എഴുതുക. ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് സ്റ്റേറ്റ് ചെയ്യുക. ലൈക്ക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ STV, ലോബിങ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതിന് നല്ല രീതിയിൽ ആൻസർ എഴുതാൻ വേണ്ടി നോക്കുക. 3 to 4 ടൈപ്പ് പാരഗ്രാഫ്സും ബുള്ളറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ കമ്പാരിറ്റീവ് എസ്സേ വരുന്നത് 20 മാർക്കിനാണ്. ഫെഡറലിസം ഇൻ ഇന്ത്യ വേഴ്സസ് കാനഡ അങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. സോ നല്ല രീതിയിലുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. 400 to 500 വേർഡ്സ് ആണ്. ഇനിയും ഇപ്പൊ ഒരു ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025. അപ്പൊ ആ ഒരു എക്സാം ഇയേഴ്സ് നമ്മൾ നോക്കുമ്പോ നമുക്ക് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത്, ആ ഒരു ആവറേജ് മാർക്കിന്റെ ഒരു ടോട്ടൽ ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതലും ലൈക്ക് മാർക്ക് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തു. ഏറ്റവും കൂടുതലും മാർക്കുകൾ വന്നിട്ടുള്ളതാണ്. സോ ബ്ലോക്ക് 1 അപ്രോച്ചസ് 20 ആണ്. ആവറേജ് മാർക്ക് 20 ആണ് പെർസെന്റേജ് വരുന്നത്. ബ്ലോക്ക് 2 റെപ്രസെന്റേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ടോട്ടൽ ഷെയർ 17.5%. ബ്ലോക്ക് 3 സ്റ്റേറ്റ് കമ്പാരിറ്റീവ് 12.5 ആണ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 4 ഡെമോക്രറ്റൈസേഷൻ 12.5 ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 5 ഫെഡറലിസം ആൻഡ് ഡീസെൻട്രലൈസേഷൻ 10% ആണ് ടോട്ടൽ ഷെയർ വരുന്നത്. ഇനി ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എക്സാം പാറ്റേണിന്റെ ഒരു എന്താ പറയാ ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. ഏതൊക്കെ ഇയറിൽ എങ്ങനെയൊക്കെയാണ് എക്സാം പാറ്റേൺ പോയിട്ടുള്ളത്. ഇപ്പൊ 2023 ഡിസംബർ തൊട്ട് 2024 ഡിസംബർ വരെ നമുക്ക് അനലിറ്റിക്കൽ എസ്സേയും ഷോർട്ട് നോട്ട്സും കമ്പാരിറ്റീവ് എസ്സേ ഒക്കെ സ്റ്റേബിൾ ആയിട്ട് പോയത് കാണാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഡിക്ലനേഷനും ഇൻക്ലിനേഷനും ഒക്കെ അവിടെ കാണുന്നുണ്ട്. So pattern highlight from figure നോക്കിയാൽ concept definition essay which grew from 25 to 37.5% mid series to 50 by June 2025 and analytical essay എന്ന് പറയുമ്പോൾ സ്റ്റഡി ആയിരുന്നു. ഡിസംബർ 2024 37.5% ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂൺ 2025 വന്നപ്പോൾ 25% ഒന്ന് ഈസ്റ്റ് ചെയ്തിട്ടുണ്ട്. Then short note consistent ആയിട്ടാണ് നിന്നിട്ടുള്ളത്. Comparative essays dipped to near zero for several sessions and reappeared. Okay. കമ്പാരിറ്റീവ് എസ്സേ എന്ന് പറയുമ്പോൾ ചില സെഷൻസിൽ അത് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വന്നിട്ടുള്ളത് ജൂൺ 2025 ഒന്നും കൂടെ റീഅപ്പിയർ ചെയ്തിട്ടായി കാണുന്നുണ്ട്. ഓക്കെ, വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമുക്ക് നോക്കാനുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഡിസ്കസ് പ്ലൂറലിസം, നേഷൻ, നാഷണലിസം ആൻഡ് എത്നിക് ഡൈവേഴ്സിറ്റി. അപ്പിയറൻസ് കൗണ്ട് 5 ആണ്. അടുത്ത ട്രേസ് ആൻഡ് അസസ് ദ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അപ്രോച്ച് 3 times. Third one, critically examine the political culture approach in comparative politics 3 times. Fourth one, comparatively analyze the working of federalism in India and Canada 2 times. Fifth one, define political culture and explain Almond and Werber's classification 2 times. Sixth one, discuss the process of democratization in post-colonial and third world countries 2 times. Seventh one, examine the rise of the modern liberal democratic state and sovereignty in Western Europe 2 times. Eighth one, define and explain the channels of political socialization 2 times. Ninth one, explain the political modernization approach, evolution, core features, critics 2 times. 10th one, explain the role and characteristics of pressure interest groups in democratic politics 2 times. നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നമുക്ക് നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഏത് ബ്ലോക്കിൽ നിന്നാണ് വന്നത്. ഓക്കെ, നമ്മളിപ്പോ ഓരോ ഫ്രീക്വൻസി അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. ഇത് ടേബിൾ ആണ്. അതായത് ഓരോ ക്വസ്റ്റ്യൻ ഏത് ബ്ലോക്കിൽ നിന്നാണ് ലൈക്ക് അത് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് വന്നിട്ടുള്ള അക്രോസ് ദീസ് ഇയേഴ്സ് ആവറേജ് മാർക്ക്. സോ ഡിസ്കസ് പ്ലൂറലിസം, നേഷൻ, നാഷണലിസം ആൻഡ് എത്നിക് ഡൈവേഴ്സിറ്റി ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആവറേജ് മാർക്ക് 20.
Trace and assess the political development approach, block 1, unit 3, average mark 20. Critically examine the political culture approach in comparative politics, block 1, unit 1, average mark 16.7. Comparatively analyze the working of federalism in India and Canada, block 5, unit 14, average mark 20. Define political culture and explain Alman and Weber's classification, block 1, unit 1, average mark 20. Discuss the process of democratization in post-colonial third world countries, block 4, unit 11, 20 mark. Examine the rise of the modern state and sovereignty in Western Europe, block 3, unit 8, 20 mark. Define and explain channels of political socialization, block 2, unit 4, 15 mark. Political modernization approach, evolution, features, critics, block 1, unit 2, 15 mark. Role, characteristics of pressure, interest groups, block 2, unit 6, 15 mark. Okay. സോ അത് നമ്മൾ കണ്ടു. ഇനി ഒരു വിഷ്വലൈസേഷൻ ആണ്, അതായത് ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് 10 റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം ഡിസംബർ 2022 തൊട്ട് ജൂൺ 2025 വരെ നോക്കുമ്പോൾ 51.2% വന്നിട്ടുള്ളത് ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് 48.8%. അപ്പൊ അതവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ആണ്. പ്രാക്ടീസ് ദി സ്മാർട്ട് 2 പാസ് ഫിൽസ് ഫോർ ഈച്ച് ഐറ്റം എബവ്. പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തപ്പം ഈ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസ് ലൈക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. 5 മിനിറ്റിൽ ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഫുൾ റൈറ്റ് അപ്പ് ഒന്ന് എഴുതുക. 20 to 25 മിനിറ്റ്സ് 20 മാർക്ക് എസ്സേസിനും 12 to 13 മിനിറ്റ്സ് പെർ ഷോർട്ട് നോട്ടും ജസ്റ്റ് ഒന്ന് റൈറ്റ് അപ്പ് എഴുതിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു റെഡി സ്ട്രക്ചർ എല്ലാ ക്വസ്റ്റ്യൻസിനും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഇലസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, തന്നെ ഒരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കാം. ഇനി ഡിസംബർ 2025 വരാൻ ചാൻസസ് ഉള്ള ടോപ്പിക്കുകൾ, അതിന്റെ പ്രോബിലിറ്റിയും കാര്യങ്ങളും ദെൻ കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് ആണ്. ബ്ലോക്ക് 1, യൂണിറ്റ് 1, പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻസ്. Alman Weber Finer, probability 71.4, category high. Then unit 2, political modernization, evolution, features, critics, 85.7 probability, category high. Unit 3, political development approach, 42.9 probability, category medium. Then block 1, comparative method എന്ന് പറയുന്ന ഒരു ടോപ്പിക് 14.3 ആണ് പ്രോബിലിറ്റി, കാറ്റഗറി വരുന്നത് ലോ ആണ്. ബ്ലോക്ക് 2, യൂണിറ്റ് 4, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഫംഗ്ഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ചാലഞ്ചസ്, സോഷ്യലൈസേഷൻ 100 ഹൈ ആണ് കാറ്റഗറി വരുന്നത്. Block 2, Unit 5, Party System Styles, 14.3 and low category. Unit 6, Pressure Interest Groups, Lobbying Public Opinion, 85.7, high category. Unit 7, Electoral Systems, 71.4, high category. Block 3, Unit 8, Rise of Modern State and Sovereignty, 14.3, low category. Unit 9, Post-Colonial States, 57.1, medium category. Unit 10, Pluralism, Nation, Nationalism, Ethnicity, Secession, 57.1, medium category. Block 4, Unit 11, Democratization in Post-Colonial Countries, 42.9, medium category. Unit 12, Phases, Trends, Approaches to Democratization, 14.3, low category. Block 5, Unit 13, Decentralization, India, Brazil, Britain, 71.4 and high category. Then Block 5, Unit 14, Federalism, 42.9 and medium category. സോ ഈ ഒരു ടേബിളില് ഇപ്പം ഗ്രേറ്റർ ദാൻ 70 അല്ലെങ്കിൽ ഈക്വൽ ടു 70% കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് വരാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇൻ ബിറ്റ്വീൻ 40% ആൻഡ് 69% ആണെന്നുണ്ടെങ്കിൽ മീഡിയം, ആൻഡ് ലെസ് ദൻ 40% ആണെന്നുണ്ടെങ്കിൽ ലോ കാറ്റഗറി ആയിരിക്കും. ആൻഡ് കമ്പ്യൂട്ടഡ് സ്ട്രിക്ട്ലി ഫ്രം PYQ അപ്പിയറൻസ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ അപ്പിയറൻസ് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് ലൈക്ക് വൈ വി പുട്ട് ദീസ് ടോപ്പിക്സ് അണ്ടർ ഹൈ, മീഡിയം അല്ലെങ്കിൽ ലോ കാറ്റഗറി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ 7/7 പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ 6/7 പേപ്പേഴ്സ്, പ്രഷർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് 6/7 പേപ്പേഴ്സ്, പൊളിറ്റിക്കൽ കൾച്ചർ ആണെന്നുണ്ടെങ്കിലും 7 പേപ്പറിൽ 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇലക്ട്രൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 5/7, ഡീസെൻട്രലൈസേഷൻ 5/7, പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ് 4/7, pluralism, nation and state 4/7, then political development 3/7, democratization in post-colonial countries 3/7, federalism 3/7. അങ്ങനെ നമുക്ക് ലൈക്ക് ഔട്ട് ഓഫ് 7 നമ്മുടെ പ്രീവിയസ് ഇയർ ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ലൈക്ക് 5 times, 6 times, 7 times
അങ്ങനെ അപ്പിയർ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈ ആൻഡ് മീഡിയം കാറ്റഗറിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് ഹൈ, മീഡിയം അല്ലെങ്കിൽ ലോ കാറ്റഗറിയിൽ വരുന്നത് എന്നുള്ളത്. സോ ഹൈയിൽ വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ, ഇലക്ട്രൽ സിസ്റ്റംസ് ഡീസെൻട്രലൈസേഷൻ ആണ്. അപ്പോൾ ഇതിനൊരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു 1 പേജ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക, ഒരു 3 to 4 സബ് ഹെഡിങ്സ് കൊടുക്കുക, ടീച്ച് ബാക്ക് മെത്തേഡ് ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ അത് പഠിക്കുക. അതേപോലെ തന്നെ റൈറ്റ് 120 മാർക്ക് ആൻസർ പെർ ടോപ്പിക് 400 to 500 വേർഡ്സിൽ ഒരു 20 മാർക്ക് ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. 2 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 8 to 10 മിനിറ്റ്സിൽ ഒന്ന് ജസ്റ്റ് ആൻസർ പ്ലാൻ ചെയ്തിട്ട് 20 to 25 മിനിറ്റ്സിൽ അത് എഴുതാൻ വേണ്ടിയൊക്കെ നോക്കാം. ദെൻ മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% ആണ്. ടൈറ്റൻ വിത്ത് എക്സാമ്പിൾസ്, പൊളിറ്റിക്കൽ കൾച്ചർ, പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ്, പ്ലൂറലിസം, നാഷണലിസം, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, ഡെമോക്രറ്റൈസേഷൻ ഇൻ പോസ്റ്റ് കൊളോണിയൽ കൺട്രീസ്, ഫെഡറലിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം, ദെൻ കമ്പാരിറ്റീവ് ടേബിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ പെർ ടോപ്പിക് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒരു തവണ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ദെൻ ലോ കാറ്റഗറി ലെസ് ദൻ 40% എന്ന് പറയുമ്പോൾ പാർട്ടി സിസ്റ്റംസ്, ടാക്സോണമി, കമ്പാരിറ്റീവ് മെത്തേഡ്, സ്റ്റേറ്റ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ്, ഡെമോക്രറ്റൈസേഷൻ, ഇങ്ങനെയുള്ളതൊക്കെയാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു ഇൻട്രോ, അതുപോലെ 3 ബുള്ളറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു 1-2 എക്സാമ്പിൾസും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി ഉള്ളത് predictive question paper ആണ്. ബാച്ചിലർ ഓഫ് ആർട്സ്, ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, ഡിസംബർ ടേം എക്സാമിനേഷൻ 2025. BPSC 109 പൊളിറ്റിക്കൽ പ്രോസസ്സസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവ്. ടൈം വരുന്നത് 3 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് വരുന്നത് 100 ആണ്. സോ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ലൈക്ക് ഇനി 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സെക്ഷൻ 1 ഉണ്ട്, അതുപോലെ സെക്ഷൻ 2 ഉണ്ട്. അപ്പൊ ഒരു സെക്ഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ എങ്കിലും ചൂസ് ചെയ്യണം. ആൻഡ് യെസ്, അത്രയാണ്. ഓരോ ക്വസ്റ്റിനും 20 മാർക്ക് വെച്ചിട്ടാണ്. ഇൻ ക്വസ്റ്റ്യൻ 2 ആൻഡ് ക്വസ്റ്റ്യൻ 6 ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട്. 200 വേർഡ്സ് വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ സെക്ഷൻ എ നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 1, explain the emergence of the political modernization approach and evaluate its capacity to account for institutional change in developing policies. Policies block 1 unit 1 ആണ്. Then question number 2, write short notes about 200 words each, channels of political socialization and their effects on regime support, block 2 unit 4. B part, party list, proportional representation, design and logic, block 2 unit 7. അപ്പൊ അത് ഷോർട്ട് നോട്ട് ആണ്. 10 മാർക്ക് വെച്ചിട്ടാണ് എ ബിയും വരുന്നത്, 10 ഈച്ച്. Question number 3, this is how political parties perform linkage, recruitment and policy making functions across democratic and non-democratic settings, block 2 unit 4. Question number 4, distinguish major types of pressure groups and analyze 2 methods through which they shape public policy in comparative perspective, block 2 unit 6. Section 2, question number 5, compare liberal, neo-Marxist and dependency perspectives on the post-colonial state with reference to state-class relations and autonomy, block 3 unit 9. Question number 6, write short note about 200 words each ആണ്. Option A, decentralization in India, Brazil and Britain, principal forms and contemporary issues, block 5 unit 13. Option B, operationalizing pluralism in the nation and state, key mechanisms and constraints, block 3 unit 10. Question number 7, account for the trajectory of democratization in post-colonial countries, discuss actors, institutions and structural constraints, block 4 unit 11. Question number 8, federalism in India and Canada, evaluate working arrangements with reference to division of powers, intergovernmental coordination and fiscal relations, block 5 unit 14. So 8 questions ഉണ്ട്, അതിൽ 5 എണ്ണമാണ് ചൂസ് ചെയ്യേണ്ടത്. ഓരോ സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും ചൂസ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും മാർക്കിംഗ് സ്കീമും ഒക്കെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക, പഠിച്ചിട്ട് തന്നെ പോവാ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഗൈഡ് നോക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ ഒന്നും തന്നെ ക്ലാസ്സസ് കാണാത്ത ഒരു നോട്ട്സ് ഒന്നും റെഫർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ എക്സാം ഒന്നും എഴുതാൻ പ്ലാൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ഒരു ഗൈഡ് നിങ്ങൾ നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ എല്ലാവരും എക്സാംസ് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, ബൈ.
നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.